വിവാദങ്ങൾക്കിടെ താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗം ഈ മാസം 21-ന് ചേരും. അമ്മ ഭരണസമിതിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച അൻസിബയ്ക്കെതിരെ ജനറൽ ബോഡി യോഗത്തിന് മുൻപ് നടപടികൾ ഉണ്ടായേക്കാം. അച്ചടക്ക നടപടികൾ ഉണ്ടായാൽ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. അതേസമയം ടിനി ടോമിനെതിരായ അൻസിബയുടെ പരാതിയിൽ കടവന്ത്ര പോലീസിൽ നീന കുറുപ്പിന്റെ മൊഴി രേഖപ്പെടുത്തി. പ്രൊഡക്ഷൻ കൺട്രോളർ രാജീവ് കുടപ്പനക്കുന്നിലിന്റെ മകൻ ശ്രീ കൈലാസിനെ അൻസിബ മതം മാറ്റാൻ ശ്രമിച്ചെന്ന വ്യാജ വിവരം ടിനി ടോം പ്രചരിപ്പിച്ചുവെന്നാണ് പരാതി. ഇതിൽ അൻസിബയ്ക്ക് അനുകൂലമായി ശ്രീ കൈലാസും മൊഴി നൽകിയിരുന്നു. അൻസിബ മതം മാറ്റത്തിന് ശ്രമിച്ചിട്ടില്ലെന്ന മൊഴിയാണ് ശ്രീ കൈലാസ് പോലീസിന് നൽകിയത്. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, ഇപ്പോൾ അൻസിബയ്ക്ക് അനുകൂലമായ ഒരു മൊഴിയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ഭാഗത്ത് നിന്നൊരു നടപടി ഇനി ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാൻ സാധിക്കുമോ? ഈ കേസിൽ ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള പ്രസ്താവനകളുടെ ഒരു യുദ്ധം തന്നെ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അമ്മയിലെ വിഷയങ്ങൾ സങ്കീർണമാകുന്നത് ഈ പരസ്യ പ്രസ്താവനകളിലേക്ക് അടക്കം പോകരുത് എന്ന അമ്മയുടെ ചില പെരുമാറ്റച്ചട്ടങ്ങളുണ്ട് താരസംഘടനയുടെ. അത് ലംഘിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അൻസിബയ്ക്ക് എതിരെ നിൽക്കുന്നത്. അൻസിബയാകട്ടെ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് അമ്മയുമായുള്ളൊരു വിഷയമല്ല, തൻ്റെ വ്യക്തിപരമായ കേസായിട്ട് ഇതിനെ കാണണം. ഇതിൽ ഏത് ബൈലോയാണ്, അമ്മയുടെ ഏത് നിയമാവലിയാണ് താൻ തെറ്റിച്ചതെന്നാണ് അൻസിബയുടെ ഒരു മറുചോദ്യമായിട്ട് വരുന്നത്. അമ്മ സംഘടനയാകട്ടെ ഇതിൽ നിലപാടെടുക്കുന്നത് ഇത് താരസംഘടനയടക്കം മറ്റ് താരങ്ങളെ അടക്കം വളരെ സംശയത്തിലേക്ക് കൊണ്ടുചെല്ലുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. ഒപ്പം തന്നെ സംഘടനയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായെന്നതടക്കമാണ് അൻസിബയുടെ പരാമർശത്തിലൂടെ പുറത്തു വരുന്നത്. ഇത് ഒരു തരത്തിൽ ഇരുട്ടാക്കലാണ്. താരസംഘടനയടക്കം വളരെയധികം അധിക്ഷേപിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഭരണസമിതിയിൽ വലിയ രീതിയിലുള്ള ഒരു അഴിമതിയും കാര്യങ്ങളും എല്ലാം നിലനിൽക്കുന്നു എന്ന രീതിയിലൊരു പ്രചാരണം പുറത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു. അതെല്ലാം സംഭവിക്കുന്നത് ഈ അൻസിബയുടെ ഇത്തരം പ്രസ്താവനകളിലൂടെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അൻസിബ നേരെ തിരിച്ചാണ് പറയുന്നത്. അത് വ്യക്തിപരമായ കാര്യത്തിലാണ് താൻ പരാതിയുമായി പോയിരിക്കുന്നത്. അതിൽ അമ്മയ്ക്ക് ഒരു കാര്യവുമില്ല, താരസംഘടനയ്ക്ക് ഇതിൽ ഒരു കാര്യവുമില്ല. അനാവശ്യമായാണ് അവർ അതിൽ ഇടപെടുന്നത്. തനിക്ക് നൽകിയിരിക്കുന്ന നോട്ടീസ് പോലും അനുചിതമാണ്, അതിന് ന്യായീകരിക്കാനാവില്ല എന്നൊരു നിലപാടിലാണ് അൻസിബയും നിലനിൽക്കുന്നത്. എന്തായാലും ഈ മാസം 21-നാണ് താരസംഘടനയുടെ ജനറൽ ബോഡി ചേരുന്നത്. നിരവധിയായ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നു. അതിന് മുൻപായിട്ട് അമ്മയിൽ നിന്ന് ഏതെങ്കിലും രീതിയിലൊരു അച്ചടക്ക നടപടി അൻസിബയ്ക്കെതിരെ ഉണ്ടാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെയെങ്കിലും വിഷയങ്ങൾ കുറെ കൂടി സങ്കീർണമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുൻപെങ്ങുമില്ലാത്ത സാഹചര്യത്തിൽ തന്നെയാണ് താരസംഘടനയുടെ യോഗം ഇക്കുറി ചേരുന്നത്. ശരി, ഡാനിപ്പോളാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.